ഫ്രണ്ട്സ്, ചില ആക്സിഡൻറ്റിലൊക്കെ മൂക്കിൻ്റെ പാലത്തിന് ഫ്രാക്ചർ ഉണ്ടാവാറുണ്ട്. അത് ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റീവ് സർജറി ആവശ്യമായിട്ട് വരാറുണ്ട്. സാധാരണ കൈയുടെയോ കാലിൻ്റെയൊക്കെ ഫ്രാക്ചറിന് ഓർത്തോ സർജറിക്ക് ശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇടുന്ന പോലെ തന്നെ നെയ്സൽ ബോൺ ഫ്രാക്ചറിൻ്റെ സർജറിക്ക് ശേഷവും നമ്മളൊരു POPയുടെ പാച്ച് വെക്കാറുണ്ട്. പല സർജന്മാരും പല രീതിയിലാണ് സാധാരണ ഇത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സർജറിക്ക് മുമ്പ് തന്നെ പേഷ്യൻറ്റിൻ്റെ മൂക്കിൻ്റെ അളവ് ഒരു ഡിസ്പോസിബിൾ ഏപ്രൻ്റെ പീസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ 7 ലെയർ POP പ്ലാസ്റ്റർ ഓഫ് പാരീസ് 7 ലെയർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് അത് വെച്ച് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു സർജറിക്ക് ഇതുപോലെ ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ അത് വളരെ നന്നായിരുന്നു എന്ന് നമ്മുടെ ENTയുടെ HOD ഷൈറ മാഡം പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കേസിന് വീണ്ടും നമ്മൾ അത് തന്നെ ഉണ്ടാക്കുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള നെയ്സൽ ബോൺ ഫ്രാക്ചർ നമ്മൾ സർജിക്കൽ കറക്ഷനിലൂടെ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ POP സ്പ്ലിൻറ്റ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അത് തെന്നി മാറി അലൈൻമെൻറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സ്പ്ലിൻറ്റ് റെഡിയാക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത POP ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റിനകം അത് ഫുള്ള് സെറ്റാവും. ഇനി ഇത് തലയുടെ പിൻഭാഗത്തേക്ക് കെട്ടി സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡിസ്പോസിബിൾ ഗൗണിൻ്റെ ടൈ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ശേഷം ഒന്ന് നല്ല രീതിയിൽ ഷേപ്പൊക്കെ ചെയ്തെടുത്തിട്ട് സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് അതിന് 4 ഹോൾ ഇട്ടെടുത്ത് ഇതുപോലെ ആ ടൈ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കെട്ടി റെഡിയാക്കുന്നുണ്ട്. ഇതൊരു സ്റ്റഡി പർപ്പസിനുള്ള കണ്ടൻറ് ആയതുകൊണ്ടാണ് വീഡിയോ എടുത്തതും പബ്ലിഷ് ചെയ്യുന്നതും. സർജറിക്ക് മുമ്പ് തന്നെ ഈ വീഡിയോ എടുക്കുന്നതിനുള്ള പെർമിഷൻ പേഷ്യൻറ്റിനോട് മേടിച്ചിരുന്നു. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെയ്സൽ ബോൺ ഗാർഡൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. ഏകദേശം $55 വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എന്നാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ഒരു സ്പ്ലിൻറ്റ് ഉണ്ടാക്കിയെടുത്തത്. എന്തായാലും സർജറിക്ക് ശേഷം പേഷ്യൻറ്റിൻ്റെ ഫേസിൽ നല്ല രീതിയിൽ അത് പ്ലേസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ENT HOD ഷൈറ മാഡത്തിന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫറാണ്. MBBSും ENT ഒക്കെ പഠിക്കുന്ന പിള്ളേരെ വളരെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറും നല്ലൊരു സർജനുമാണ് ഷൈറ മാഡം. ഈ വീഡിയോ ഷൈറ മാഡത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു.